ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും സെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓരോന്നിലും ഉൾപ്പെടുന്ന സസ്യചലനം ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ സസ്യചലനം നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു. പല ടൈപ്പ് ഓഫ് സസ്യചലനങ്ങളുണ്ട്. ട്രോപ്പിക ചലനം, നാസ്റ്റിക ചലനം. അപ്പോൾ അതിൽ പെടുന്ന കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ചലനമാണ് എന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. എ, ബി, സി, ഡി. ഫസ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്? പയറ് ചെടി താങ്ങിൽ ചുറ്റി വളരുന്നു. സപ്പോർട്ടിന് നമ്മളിങ്ങനെ ഒരു കമ്പ് കുത്തി കൊടുക്കും, അതാണ് താങ്ങായിട്ട് നിൽക്കുക. ആ താങ്ങിൽ പയറ് ചെടി ചുറ്റി വളരുന്നത് എന്താണ്? സ്പർശ ട്രോപ്പിക ചലനമാണ്. ഓക്കെ, രണ്ടാമത്തേതോ? പുഴയുടെ തീരത്തുള്ള തെങ്ങ് പുഴയിലേക്ക് ചെരിഞ്ഞ് വളരുന്നു. ഓക്കെ, അതെന്താണ്? സൂര്യപ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ പ്രകാശ ട്രോപ്പിക ചലനമാണ്. മൂന്നാമത്തത് പരാഗനാളി അണ്ഡാശയത്തിലേക്ക് വളരുന്നു. നമുക്കറിയാം, പൂമ്പൊടി പരാഗനാളിയായിട്ട് അണ്ഡാശയത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ ആ ഒരു കെമിക്കൽ എൻസൈം റിയാക്ഷനൊക്കെയാണ് അവിടെ നടക്കുന്നത്. സോ അത് രാസട്രോപ്പിക ചലനമാണ്. ദെൻ തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ കൂമ്പുന്നു. അതെന്ത് ചലനമാണ്? നാസ്റ്റിക ചലനമാണ്. ഓക്കെ, അപ്പോൾ ഈ 4 നമുക്ക് സെറ്റായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന ഏത് രോഗത്തെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. അതായത് ഒരു രോഗത്തിൻ്റെ പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ചില കോശങ്ങൾ ചിലരിൽ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്തരത്തെയും നശിപ്പിച്ചേക്കാം. ഓക്കെ, നമ്മളുടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ചില കോശങ്ങൾ ചില ആൾക്കാരിൽ തരുണാസ്ഥിയും സൈനോവിയൽ സ്തരവും നശിപ്പിക്കും. അതേതാണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, സന്ധിവാദം, ഈ അസ്ഥിവാദം എന്ന് പറയും. ഓക്കെ, ദാറ്റ്സ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. മൂന്നാമത്തത് എഗെയിൻ കുറച്ച് സവിശേഷത തന്നിട്ട് പേശി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. കോശത്തിൽ ഒറ്റമർമ്മം ഉള്ളവ സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങൾ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആർക്കാണ്? മൃദുല പേശിക്കാണ്. വേറെ ഏതൊക്കെ പേശികളുണ്ട്? അസ്ഥിപേശിയുണ്ട്, ഹൃദയപേശിയുണ്ട്, മൃദുല പേശിയുണ്ട്. പറഞ്ഞിട്ടുള്ളത് മൃദുല പേശി, നമ്മളുടെ ആന്തരികാവയവങ്ങളിലൊക്കെ കാണുന്ന മൃദുല പേശിക്കുള്ളതാണ് അല്ലേ. പിന്നെയോ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതെന്തിൻ്റെ ചിത്രങ്ങളാണ്? അസ്ഥിസന്ധിയുടെ ചിത്രങ്ങളാണ്. ഓക്കെ, ഇവ നിരീക്ഷിച്ച് XYZ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A, B, C, D. ഈ ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കുന്ന മുന്നേ നമുക്ക് ഈ അസ്ഥിസന്ധികൾ ഏതാന്ന് നോക്കിയാലോ. ഫസ്റ്റത്തേത് എന്താണ്? തെന്നി നീങ്ങുന്ന സന്ധിയല്ലേ, കൈയിൻ്റെ ഇവിടെ കാണുന്നത്, കൈപ്പത്തിൻ്റെ അവിടെ തെന്നി നീങ്ങുന്ന സന്ധിയാണ്. പിന്നെ രണ്ടാമത്തതോ? ഇത് കൈമുട്ടല്ലേ, കൈമുട്ടിലും കാൽമുട്ടിലും കാണുന്ന സന്ധി ഏത് സന്ധിയാ? വിജാഗിരി സന്ധി. പിന്നെ കഴുത്തിലോ? കഴുത്തിൽ ഉള്ളത് ആക്സിൽ, ഒരു ആക്സിസിൽ കറങ്ങുന്ന, ദാറ്റ്സ് പിവറ്റ് ജോയിൻറ്റ്, കീലസന്ധിയാണ്. ഓക്കെ, അപ്പോൾ തെന്നി നീങ്ങുന്ന സന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഇത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? C ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതേണ്ടത്. ദെൻ 5th ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? അസ്ഥി, പേശി എന്നിവയ്ക്ക് ഉണ്ടാകുന്ന തകരാറുകൾ കോളം 1-ലും അവയ്ക്കുള്ള കാരണം കോളം 2-ലും നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ശരിയായ ജോഡികൾ ഉൾപ്പെടുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ PQRS എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോളം. അത് രണ്ടാമത്തെ കോളത്തിലും 4 ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ജോയിൻ ചെയ്യിപ്പിക്കാൻ. ഓക്കെ, ഉളുക്ക് എന്താണ്? മൂന്നാമത്തേത് അല്ലേ? P 3rd one ആണ്. ലിഗമെൻറ്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഉളുക്കുണ്ടാകുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എല്ലുകൾക്ക് ആ ഒരു ബലം കുറയുന്ന അവസ്ഥയല്ലേ, അതെന്തുകൊണ്ടാണ് ഉണ്ടാവുക? പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ D എന്നിവയുടെ അഭാവം. Q4. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പ്രതിരോധശേഷി നൽകുന്ന കോശങ്ങൾ തരുണാസ്ഥിയിൽ ഉണ്ടാക്കുന്ന നാശം. അപ്പോൾ R1. പേശിക്ഷയം, ജീനിലുണ്ടാകുന്ന മാറ്റം. സോ S2. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ D ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓക്കെ, അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിനും നമുക്ക് എക്സാമിനൊക്കെ ആണെങ്കിൽ അതിന് മാർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ പഠിച്ചു വെക്കണം.
എന്നിട്ട് അതിൽ 2 സബ് ക്വസ്റ്റ്യൻസിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചിത്രം റീഡ്രോ ചെയ്ത ശേഷം പകർത്തി വരച്ചിട്ട് ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തണം. ഓക്കെ, നമ്മൾ വരച്ച ചിത്രത്തിലാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. മിസ് ഇവിടെ സ്ക്രീനിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അസ്ഥികൾക്കിടയിലുള്ള ദ്രാവകത്തിൻ്റെ പേരെന്താണ്? സൈനോവിയൽ ദ്രവം. ഓക്കെ, സൈനോവിയൽ ഈ 2 അസ്ഥിൻ്റെയും ഇടയിൽ കാണുന്നതാണ്. ഘർഷണം കുറക്കാൻ അസ്ഥികളുടെ അഗ്രഭാഗത്ത് കാണുന്നത് എന്താണ്? തരുണാസ്ഥിയാണ്. ഓക്കെ, അത് രണ്ടും നമ്മൾ ഈ പിക്ചറിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം തിരിച്ചറിഞ്ഞ് ധർമ്മം എഴുതാൻ. എക്സ് എന്താണ്? ലിഗമെൻ്റ് ആണ് അല്ലേ? ലിഗമെൻ്റ് എന്തിനാ? 2 അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.